ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് തയ്യാറാക്കിയാലോ? നിലക്കടല ചേർത്തിട്ടാണ് ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണേ. തയ്യാറാക്കേണ്ട പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1-2 പിടി നിലക്കടല അല്ലെങ്കിൽ കാഷ്യൂനട്ട് ചേർത്ത് വറുത്തെടുക്കാം. നട്ട്സ് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. കപ്പലണ്ടി ലൈറ്റായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു മീഡിയം സൈസ് സവാള 4ആയി മുറിച്ച് സ്ലൈസ് ചെയ്തതും ചെറിയൊരു ക്യാരറ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാകും. ചെറുതായിട്ട് കട്ട് ചെയ്ത ബീൻസ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കടല വറുത്ത എണ്ണയിൽ തന്നെ 2 കപ്പ് റവയും വറുത്തെടുക്കാം. എണ്ണയിലോ നെയ്യിലോ റവ വറുത്തെടുക്കുമ്പോൾ ഉപ്പുമാവ് സോഫ്റ്റായിട്ട് കിട്ടും. ഉപ്പുമാവ് തയ്യാറാക്കേണ്ട പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് ഉപയോഗിക്കില്ലേ ആ ഉഴുന്നാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു വറ്റൽമുളക്. അപ്പോൾ ഞാനിത് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ചിട്ടിട്ടില്ല. ചെറിയൊരു പൊട്ടൽ കൊടുത്ത് മാത്രമേ മുളക് ഇട്ടിട്ടുള്ളൂ. 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകൊന്ന് ചെറിയ കളർ മാറി ഒന്ന് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാവേ. അതൊന്ന് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതിൻ്റെ ഒരു മണം വരണം. ആ മണമാണ് ഇതിനൊരു ഹൈലൈറ്റ്. ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് വഴറ്റാം. ഒരു പച്ചമുളക് പകുതി വരെ കീറിയിട്ടിട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ വേണം, അതിനായിട്ടാണ്. ഉപ്പുമാവിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാനിവിടെ 2 ഗ്ലാസ് റവ എടുത്തതിനാൽ 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വെള്ളത്തിൽ തന്നെ 1 പിടി ചിരകിയ തേങ്ങ എടുത്ത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് തേങ്ങ കൊത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് 1 പടി മുന്നിലായിരിക്കണേ. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നതിനൊപ്പം തവി കൊണ്ട് ഇളക്കി കൊടുക്കുകയും കൂടി വേണം, അല്ലെങ്കിൽ റവ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൽ മുഴുവനായും റവ മിക്സ് ആകണം. 3 മിനിറ്റിന് ശേഷം തുറന്ന് തവി കൊണ്ട് നന്നായി ഇളക്കി കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ കൂടെ ചേർത്തിളക്കാം. കപ്പലണ്ടി ചേർത്ത റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ചൂട് ചായക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്